പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഈ പ്രഭാതം എങ്ങനെയുണ്ട്? ചില മനോവിഷമങ്ങൾ, ചില ദുഃഖം, ചില നിരാശ. എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം നടക്കുന്നത് എന്ന ചോദ്യങ്ങൾ. അങ്ങനെയാണോ ഉള്ളത്? ലോകമെന്നാൽ അങ്ങനെയാണ്. അങ്ങനെയും ഇങ്ങനെയുമൊക്കെ ഉണ്ടാകും. എല്ലാവരും നമ്മെപ്പോലെ ആയിരിക്കണമെന്ന് പറയാൻ സാധിക്കില്ല. നമ്മളും ശരിയാണ് എന്ന് പറയാൻ സാധിക്കില്ല. നാം നമ്മുടെ ജീവിതത്തെ ശരിയാക്കിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് യേശു ദിവസവും സംസാരിക്കുന്നത്. ഇന്ന് ദൈവം പറയുന്ന വാക്യം എന്താണെന്നറിയാമോ? 141 സങ്കീർത്തനം 3 വാക്യത്തിൽ ഒരു ഭക്തൻ ഒരു നല്ല പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. നന്നായി ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ദിവസേന പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. യഹോവ എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി, എൻ്റെ അധരദ്വാരം കാക്കേണമേ. കർത്താവേ, എൻ്റെ വായ്ക്ക് കാവൽ വയ്ക്കണമേ. നമ്മുടെ വായയില്ലേ? വായ, അതിനകത്തൊരു നാവുണ്ടല്ലോ, അത് സംസാരിക്കും. ശരിക്കും ഒരു വായാടിയാണെന്ന് പറയാറില്ലേ? വെറുതെ ഇരിക്കില്ല, സംസാരിച്ചുകൊണ്ടേയിരിക്കും. മറ്റൊരാളെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. തോന്നിയതുപോലെ സംസാരിക്കും എന്ന് പറയാറില്ലേ? നിങ്ങളെക്കുറിച്ച് എന്തു പറയും? വായിലെ വാക്കുകളില്ലേ, അത് വളരെ പ്രധാനമാണ്. നമ്മുടെ നാവിനെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതൊരഗ്നിയാണ്. അതിൽനിന്ന് വരുന്ന വാക്കുകൾ ഒരാളുടെ ജീവിതത്തെ നശിപ്പിക്കും, തീ പോലെ. അതുകൊണ്ടാണ് ദാവീദ് എന്ന ഭക്തൻ പറഞ്ഞത്, എൻ്റെ വായ്ക്ക് കാവൽ നിർത്തണമേ. ഞാൻ അനാവശ്യമായി സംസാരിക്കരുത്. പാഴ്വാക്കുകൾ പറയാൻ പാടില്ല. ആരെയും വേദനിപ്പിക്കുന്ന പോലെ സംസാരിക്കരുത്. അതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളങ്ങനെ സംസാരിച്ചില്ലേ? കോപത്തോടെ സംസാരിച്ചു എന്ന് പറയുന്നു. എന്നാൽ എത്ര നാൾ? ദിവസവും അത് തന്നെ പറയുന്നു. ദേഷ്യത്തിൽ സംസാരിച്ചു. അതുകൊണ്ട് കോപമെന്ന പാപത്തിൽ നിന്ന് പുറത്തു വരണം. കേട്ടോ? നിങ്ങൾ പറഞ്ഞുവെന്ന് സാധാരണ മട്ടിൽ പറയുന്നു. പക്ഷെ അതെത്ര ബാധിപ്പുണ്ടാക്കുമെന്നറിയാമോ? ഞാനൊരിക്കൽ വിദേശത്ത് ശുശ്രൂഷയ്ക്കായി പോയിരുന്നു. അവിടെ ഒരു സമ്മേളനം, സൗഖ്യമാക്കുന്ന സമ്മേളനം, അത്ഭുത മഹാസമ്മേളനം. ഹാളിൽ മുഴുവൻ ജനങ്ങൾ നിറഞ്ഞിരുന്നു. ഞാൻ പ്രസംഗിച്ച ശേഷം പ്രാർത്ഥിക്കണം. എന്നാൽ തുടക്കപ്രാർത്ഥനയുണ്ടല്ലോ, ആ തുടക്കപ്രാർത്ഥന നടക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. ഈ യോഗത്തിൽ ഒരു സഹോദരി വന്നിട്ടുണ്ട്. അവര് ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരിയാണ്. രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അഭിഷേകിക്കപ്പെട്ടിട്ടുണ്ട്, ശുശ്രൂഷ ചെയ്യുന്നു. മറ്റുള്ളവരോട് പ്രസംഗിക്കാറുണ്ട്. അവർ മുഖേന അത്ഭുതങ്ങൾ നടക്കാറുണ്ട്. അവർ പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു സഹോദരി. അവർക്ക് ജോയിന്റുകളിലെല്ലാം വേദനയാണ്, എല്ലുകളിലെല്ലാം വേദനയാണ്. എല്ലുകൾ വേദനിക്കുമെന്ന്. അത് കുറച്ച് വർഷങ്ങളായി ഉണ്ടായിരുന്നു. അതിന് പ്രാർത്ഥിച്ചു നോക്കി, സൗഖ്യമായില്ല. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകും. തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സുഖമാവുന്നില്ല. ആ വേദനയോടുകൂടെ തന്നെ അവർ ശുശ്രൂഷ ചെയ്തു. തൻ്റെ വിധി അങ്ങനെയാണ് എന്ന് വിചാരിച്ചു. അപ്പോൾ ദൈവം അതെനിക്ക് വെളിപ്പെടുത്തി. ആ സഹോദരിയുടെ ശരീരത്തിൽ വേദന കുറച്ച് വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നു. അവർ പ്രാർത്ഥിച്ചിട്ടും സുഖമാകുന്നില്ലല്ലോ എന്ന മനോവേദനയുണ്ട്. അതിന് ഒരു കാരണമുണ്ട്. അവളുടെ വായിലെ വാക്കുകൾ കൊണ്ട് പലരെയും വേദനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വായിലെ വാക്കുകൾ കാരണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി, ദേഷ്യത്തോടെ സംസാരിച്ച്, കഠിനമായ വാക്കുകൾ ഉപയോഗിച്ച് അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചിരിക്കുന്നു. അതിനാലാണ് അവരുടെ ശരീരം ബാധിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ചില്ലേ? ഇപ്പോൾ അവളുടെ മനസ്സ് വേദനിച്ചിരിക്കുന്നു. അതിൽ നിന്നും അവൾ മാനസാന്തരപ്പെട്ട് തന്റെ നാവിനെ സമർപ്പിച്ച് അധരങ്ങളെ പാപം ചെയ്യാത്ത വിധം സമർപ്പിച്ചാൽ ഞാൻ സുഖമാക്കുമെന്ന് ദൈവം പറയാൻ പറഞ്ഞു. ഇത് അത്ഭുതമല്ലേ? ദൈവം ഇങ്ങനെയും സംസാരിക്കുമോ? സംസാരിക്കുമല്ലോ. ഞാൻ പറഞ്ഞു, ഇങ്ങനെയുണ്ട്. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. അതിന് കാരണം ഇതാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പ്രസംഗിച്ചു. 1.5 മണിക്കൂറോളം യോഗമുണ്ടായിരുന്നു. അതിനുശേഷം സാക്ഷ്യം പറയാനായി സൗഖ്യം പ്രാപിച്ചവർ സ്റ്റേജിൽ വന്നപ്പോൾ ഈ സഹോദരിയും വന്നു. ആരംഭകാലത്ത് സ്വന്തം വായിലെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെയും വേദനിപ്പിച്ചിരുന്നു. അതുകൊണ്ട് എല്ലുകളിലെല്ലാം വേദനയോടെ ജീവിതത്തിൽ കഷ്ടപ്പെടുകയാണ്. അവൾ മാനസാന്തരപ്പെട്ടാൽ സൗഖ്യമാകുമെന്ന് യേശു പറഞ്ഞു. എനിക്ക് വേണ്ടിയാണ് യേശു പറഞ്ഞത് എന്ന് വ്യക്തമായിട്ടറിയാം. അതിനാൽ ഞാൻ ഏറ്റുപറഞ്ഞ് എൻ്റെ അധരങ്ങളെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉടനെ എൻ്റെ എല്ലുകളിലെ വേദനയെല്ലാം അപ്രത്യക്ഷമായി. ഇമ്മീഡിയറ്റ് ഹീലിംഗ്, ഉടനെ സൗഖ്യം പ്രാപിക്കുകയുണ്ടായി എന്ന് സന്തോഷത്തോടെ പറഞ്ഞു. അവൾ ദൈവവേല ചെയ്യുന്നു. അവളിലൂടെ അത്ഭുതങ്ങൾ നടക്കുന്നു. എന്നാൽ അവൾ ധൈര്യത്തോടെ, നാണിക്കാതെ
എല്ലാവരുടെയും മുന്നിൽ സ്റ്റേജിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അനേകം ആളുകളുടെ ജീവിതത്തിൽ വ്യാധി, പ്രശ്നം, വേദന ഇതൊന്നും അവസാനിക്കുന്നില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തതിൻ്റെ കാരണം അവരുടെ വായിൽ നിന്നുള്ള വാക്കുകളാണ്. നിങ്ങൾ നിങ്ങളുടെ വായിലെ വാക്കുകളാൽ എത്ര പേരെ വേദനിപ്പിച്ചിട്ടുണ്ട്? നിങ്ങൾക്കത് ന്യായമായി തോന്നും, പക്ഷേ അത് മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കും. നിങ്ങൾ പറയുന്ന വാക്കുകൾ, കോപത്തോടെയുള്ള വാക്കുകൾ, വേദനിപ്പിക്കുന്ന വാക്കുകൾ, കുറവാക്കുന്ന വാക്കുകൾ, കുറ്റം പറയുന്ന വാക്കുകൾ. എൻ്റെ വായിലെ വാക്കുകൾക്ക് കാവൽ വയ്ക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കാനുള്ള പ്രധാന കാരണം അതാണ്. ദിവസേന ദൈവത്തിൻ്റെ മക്കൾ പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ വായ്ക്ക് കാവൽ വയ്ക്കണമേ, എൻ്റെ അധരങ്ങളെ കാക്കണമേ, എൻ്റെ നാവിനെ നിയന്ത്രിക്കുവാൻ സഹായിക്കണമേ, ഞാൻ അനാവശ്യമായ വാക്കുകൾ പറയരുത് എന്ന് സമർപ്പിക്കണം. അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ വ്യാധി മാറും, അത്ഭുത സുഖം പ്രാപിക്കും, വലിയ മാറ്റങ്ങൾ കാണപ്പെടും. ഇപ്പോൾ സമർപ്പിക്കുമോ? നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത്? എന്തുകൊണ്ടാണ് ഫലമുണ്ടാവാത്തതെന്ന് മനസ്സിലായോ? സമർപ്പിക്കുമോ? നിങ്ങളുടെ നാവിനെ, നിങ്ങളുടെ അധരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കൂ. ദൈവമേ, ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ വായ്ക്ക് കാവൽ തരയണമേ, എൻ്റെ അധരങ്ങൾക്ക് കാവൽ വയ്ക്കണമേ, എൻ്റെ നാവിനെ അങ്ങയുടെ നിയന്ത്രണത്തിൽ വയ്ക്കണമേ. അനാവശ്യ വാക്കുകൾ പറഞ്ഞ് ആരുടെയും മനസ്സിനെ മുറിവേൽപ്പിക്കാതെ ദൈവമേ, എൻ്റെ വായ്ക്ക് കാവൽ നിർത്തണമേ, എൻ്റെ വായ്ക്ക് കാവൽ നിർത്തണമേ. അങ്ങ് കാവൽ വെച്ചിരിക്കുന്നതിന് സ്തോത്രം, സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ